സൂര്യപ്രകാശത്തെ നമ്മൾ ഇന്ന് വജ്രായുധമായാണ് കാണുന്നത്. 2014 വെറും 2.6 ഗിഗാവാട്ട് ആയിരുന്നു നമ്മുടെ സോളാർ കപ്പാസിറ്റി എങ്കിൽ ഇന്ന് 133 ഗിഗാവാട്ടിന് മുകളിലാണ്. അതായത് 12 വർഷം കൊണ്ട് 40 മടങ്ങ് വർധന. ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പാർക്ക് ഇന്ന് ഇന്ത്യയിലാണ്. രാജസ്ഥാനിലെ ഥാർ മരുഭൂമിയിലെ ഭദ്ല സോളാർ പാർക്ക് 14,000 ഏക്കറിലായി പടർന്നു കിടക്കുന്നു. സൂര്യൻ അസ്തമിക്കാത്ത ഒരു ഊർജ്ജ സാമ്രാജ്യം ഇന്ത്യ കെട്ടിപ്പടുക്കുന്നത് കാണാൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ ഇവിടേക്ക് വരുന്നു. മാത്രമല്ല, രാജ്യത്തെ 11 ലക്ഷം വീടുകളിൽ സോളാർ ഊർജ്ജത്തിൽ നിന്ന് കറണ്ട് ഉപയോഗിക്കും വിധം നമ്മൾ സ്വയം പര്യാപ്തരാക്കി. ഇനി നമ്മുടെ വർദ്ധിച്ചു വരുന്ന ഊർജ്ജ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന ആണവോർജ്ജ വിപ്ലവത്തെക്കുറിച്ച് അറിയാമോ? ആണവോർജ്ജ ശേഷി അതിവേഗം വർദ്ധിപ്പിക്കുകയാണ് ഇന്ത്യ ഇന്ന്. 2030 നിലവിലെ 8,180 മെഗാവാട്ട് ശേഷി 22,480 മെഗാവാട്ടായി ഉയർത്താനാണ് രാജ്യം ലക്ഷ്യമിടുന്നത്. ഇതിനായി ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 8 അധിക റിയാക്ടറുകളുടെ നിർമ്മാണത്തിലാണ്. ഇതിൽ കൂടംകുളത്തെ യൂണിറ്റ് കൂടാതെ തദ്ദേശീയമായി വികസിപ്പിച്ച 4 700 മെഗാവാട്ട് പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടറുകളും ഉൾപ്പെടുന്നു. മാത്രമല്ല, 2025-26 കേന്ദ്ര ബജറ്റിൽ ന്യൂക്ലിയർ എനർജി മിഷനായി 20,000 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതിലൂടെ ഭാരത് സ്മോൾ റിയാക്ടറുകൾ എന്ന പേരിൽ 5 തദ്ദേശീയ ചെറു റിയാക്ടറുകൾ 2033 പ്രവർത്തനക്ഷമമാകാൻ ലക്ഷ്യമിടുന്നു. ഇവയ്ക്ക് കുറഞ്ഞ ചെലവും വേഗത്തിലുള്ള നിർമ്മാണവും സാധ്യമാണ് എന്ന പ്രത്യേകതയുണ്ട്. ഇന്ത്യയിൽ സമൃദ്ധമായി കാണപ്പെടുന്ന തോറിയം ഉപയോഗിച്ച് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതിയും പണിപ്പുരയിലാണ്. ഗുജറാത്തിലെ മിതിവിർദി, ആന്ധ്രാപ്രദേശിലെ കൊവട, മധ്യപ്രദേശിലെ ചുട്ക എന്നിവിടങ്ങളിൽ വമ്പൻ ആണവ നിലയങ്ങൾക്കായി വിപുലമായ പ്ലാനിംഗ് നടക്കുന്നു. 2047 100 ഗിഗാവാട്ട് ആണവോർജ്ജം ഉൽപ്പാദിപ്പിക്കാനാണ് ഇന്ത്യയുടെ ലക്ഷ്യം.